ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. സൗദി MOHലേക്ക് സ്റ്റാഫ് നഴ്സുമാരെ സെലക്ട് ചെയ്യുന്നുണ്ട്. 2025 മെയ് 13 തൊട്ട് 16 വരെ എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. ക്രൗൺ പ്ലാസയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് PSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc പാസ്സായിരിക്കണം. പിന്നെ പ്രോമെട്രിക്ക് പാസ്സായിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം പ്രോമെട്രിക്ക് എഴുതാനായിട്ട് എലിജിബിലിറ്റി നമ്പർ കിട്ടിയിട്ടുള്ളവരായിരിക്കണം. അതുപോലെ ഇത് വാക്കിംഗ് ഇൻ്റർവ്യൂ അല്ല. നമ്മളത് 11-ാം തീയതിക്ക് മുമ്പ്, മെയ് 11-ന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഏജൻസികൾ ത്രൂ സൗദിയുടെ മിനിസ്ട്രിയുടെ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. അവർക്ക് മാത്രമേ അവിടെ എൻട്രി നൽകുകയുള്ളൂ. അല്ലാതെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ കയറ്റത്തില്ല. വെറുതെ രജിസ്റ്റർ ചെയ്യാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവിടെ പോകേണ്ടതില്ല. പിന്നെ ബാക്കി ഇനിയും ഇൻ്റർവ്യൂവിനെ പറ്റി ഉള്ള വിവരങ്ങൾ അറിയുന്നതിനും പിന്നെ ഡാറ്റ ഫ്ലോ, അതുപോലെ പ്രോമെട്രിക് എക്സാം എഴുതുന്നതിനുള്ള എലിജിബിലിറ്റി നമ്പർ എങ്ങനെ കിട്ടും, അതെല്ലാം വിശദമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മുന്നേയുള്ള വീഡിയോകൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കണം, മൊമാരിസിൽ എങ്ങനെ നമ്മൾ സൈനപ്പ് ചെയ്യാം, അതിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമാകും, ഇതെല്ലാം അറിയാനായിട്ട് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ പരമാവധി നമ്മൾ സൗദിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രോമെട്രിക് പാസ്സായതിന് ശേഷം സൗദിയിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എക്സാം എഴുതാനായിട്ട് 3 ചാൻസാണുള്ളത്. 3 ചാൻസ് കഴിഞ്ഞ് നമ്മളെ അവർ ഇവിടുന്ന് കയറ്റി വിടും. അതുകൊണ്ട് പരമാവധി എക്സാം പാസ്സായതിന് ശേഷം കയറി വരാൻ നോക്കുക. സൗദിയിൽ വന്ന് പ്രോമെട്രിക് ഫെയിലായി കഴിഞ്ഞ് 3 ചാൻസ് ഫെയിലായി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഏജൻസിക്ക് കൊടുത്ത പണം അതെല്ലാം നഷ്ടമാകും. അതുകൊണ്ട് പരമാവധി നാട്ടിൽ നിന്ന് തന്നെ പാസ്സായിട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ വന്ന് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ക്ലിയറാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ GNM ഡിപ്ലോമ ഉള്ള ആൾക്കാർ പരമാവധി അത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. പോസ്റ്റ് BSc എടുത്ത് അത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇനിയിപ്പം മുമ്പോട്ട് കൂടുതലും BSc നഴ്സുമാരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ GNMനെ എടുക്കുന്നുണ്ടെങ്കിലും അത് ഇനി ഒരു 2-3 വർഷത്തിന് ശേഷം അതും മിക്കവാറും സ്റ്റോപ്പാവും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് പോസ്റ്റ് BSc എടുക്കാമെങ്കിൽ അതാണ് നല്ലത്. സൗദിയിൽ വന്ന് നമ്മൾ ഓൺലൈൻ പഠിക്കാമെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പോസ്റ്റ് BSc എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ അവർ അപ്രൂവൽ ആകത്തില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾ സൗദിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് പോസ്റ്റ് BSc പഠിച്ചത് എന്നുള്ള ചോദ്യം വരും. അവർക്ക് വേണ്ടിയത് റെഗുലറായിട്ട് പഠിച്ച് പാസ്സായവരെയാണ്. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക പോസ്റ്റ് BScയിലേക്ക്. പിന്നെ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ ഓരോ കമ്പനികളെ അവർ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യാനും ഒക്കെ. അതിനും മിക്കവാറും എല്ലാം അങ്ങനെ ആയിരിക്കും. ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ആയിരിക്കും, പക്ഷേ സ്റ്റാഫിനെ അവർ സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും കമ്പനി ത്രൂ ആയിരിക്കും. ഇപ്പോൾ അവർ പറയുന്നത് 3500 ബേസിക്ക്, പിന്നെ 500 ഹൗസ് അലവൻസ്, 400 ഫുഡ്, എല്ലാം കൂടെ 4400 റിയാലാണ് അവർ പറയുന്നത്. ഇന്ത്യൻ മണി ഏകദേശം 95 മുതൽ 1 ലക്ഷം രൂപ വരെ സാലറി ലഭിക്കുന്നതാണ്.